മോദിയുടെയും കൂട്ടരുടെയും വിവേകമില്ലാത്ത GST നടപ്പിലാക്കൽ ഏറ്റവും ബാധിച്ചത് ഇന്ത്യയിലെ ചെറുകിട കച്ചവടക്കാരെയാണ്. ഡൽഹിയിലെ ഭോഗലിലുള്ള സ്റ്റാൻഡേർഡ് എന്ന പലചരക്ക് കട അപ്രതീക്ഷിതമായി സന്ദർശിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഒരു കൂട്ടുകുടുംബം ചേർന്ന് നടത്തുന്ന ഈ കടയിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയുകയും അവിടെ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുകയും അവരെ പോലുള്ള ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ. അതേപോലെ ഏതാനും സമയം കടയുടെ കൗണ്ടറിൽ ഇരുന്ന് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എടുത്തുകൊടുത്ത് അവിടുത്തെ യഥാർത്ഥ ജോലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം എത്ര അർത്ഥവത്തായും വിവേകത്തോടെയുമാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയതറിഞ്ഞ് പുറത്തുകൂടിയ ജനസമുദ്രം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സൂചി കുത്താൻ ഇടയില്ലാത്തതുപോലെ ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. മില്യൺ കണക്കിന് ആളുകൾ കണ്ട അദ്ദേഹത്തിന്റെ ഈ പലചരക്ക് കട സന്ദർശിക്കുന്ന വൈറൽ വീഡിയോ പൂർണ്ണമായി മലയാളത്തിൽ ഇതാണ്. ഹായ്, താങ്ക് യു, ഇവിടേക്ക് സ്വാഗതം. നമസ്കാരം, എന്തുണ്ട് വിശേഷം? നമസ്കാരം, ഇത് ഞങ്ങളുടെ സ്റ്റാഫുകളാണ്. നമസ്കാരം സാർ, നമസ്കാരം, വരൂ. ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. ഫാമിലി ആണല്ലേ? അതെ, ഞങ്ങൾ ജോയിന്റ് ഫാമിലി ബിസിനസ് ആണ്. ഇപ്പോൾ 25 ഫാമിലി മെമ്പേഴ്സ് ചേർന്നാണ് ഇത് നടത്തുന്നത്. ഞങ്ങളുടെ കട 25 വർഷമായി നടത്തുന്നതാണ്. താങ്കൾ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഞാൻ ഹായ് പറഞ്ഞിരുന്നു. അതെയോ? നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചു. ഈ പുതിയ ഡെലിവറി സിസ്റ്റം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ? അതെ, വളരെയേറെ. വലിയ ബിസിനസ്സുകാർക്ക് വിലക്കുറവിൽ വിൽക്കാൻ സാധിക്കും. അത് ഞങ്ങളുടെ ലാഭത്തെ കാർന്നു തന്നു. അവർ വലിയ കുത്തകകളാണ്. ഇന്ത്യയിൽ 1.25 കോടിയിലധികം ചെറുകിട പലചരക്ക് കടക്കാരുണ്ട്. അവരെ ആശ്രയിച്ച് കഴിയുന്നവരായി ഏറ്റവും കുറഞ്ഞത് 15-20 കോടി ആൾക്കാരുണ്ട്. തുടക്കത്തിൽ ഒത്തിരി കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാം ഈ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ആണോ? ലോക്കൽ ആൾക്കാരും ദൂരെ നിന്നുള്ളവരുമുണ്ട്. എത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്? 100, 200, 300, 400, അതെയോ അതിലും കൂടുതൽ. ഏറ്റവും കുറഞ്ഞത് 2000-ന് മുകളിലുണ്ട്. നിങ്ങൾക്ക് ഹോം ഡെലിവറി ഓർഡർ കിട്ടുമോ? ഞങ്ങൾ ഫ്രീ ഹോം ഡെലിവറി ചെയ്യും. എത്ര ദൂരം വരെയാണ് ഡെലിവറി? ഡൽഹി മുഴുവൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു കടയേ ഉള്ളൂ? അതെ, ഒരു കട മാത്രം. ഇത് ദിനേശ് ഞങ്ങളുടെ കൂടെ 20 വർഷമായി ജോലി ചെയ്യുന്നു. ജോലി തുടങ്ങിയ അതേ വർഷത്തെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഇപ്പോഴും. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? 2 കുട്ടികളുണ്ട്. സ്കൂളിലാണോ കോളേജിലാണോ? സ്കൂളിൽ. ശമ്പളത്തിന്റെ പകുതി വാടകയ്ക്ക് ചെലവാകും. ഇവർ പറയുന്നത് നിങ്ങൾക്ക് യാതൊരു സമ്പൽ സമൃദ്ധിയും ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം. നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അതൊരു ചിന്താരീതിയുടെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് മകളുടെ പേരിൽ മാസം 500 രൂപ വീതം നിക്ഷേപിക്കുന്ന ഒരു റെക്കറിംഗ് അക്കൗണ്ട് തുറക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അതിൽ പണം നിക്ഷേപിക്കാം എന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചെയ്തില്ല. ആദ്യം എന്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ കൊടുത്തതാണ്. അവളുടെ വിവാഹമാകുന്നതുവരെ അത് തുടരുത് എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കോമ്പൗണ്ടിങ് എന്താണെന്ന് അറിയാമോ? അറിയാം. നിങ്ങൾക്ക് കോമ്പൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാകും. അത് നിങ്ങളുടെ രക്തത്തിൽ ഉള്ളതാണ്. അതെ, എന്നാൽ അദ്ദേഹത്തിന് അത് അറിയില്ല. ഒരു ചെറിയ തുക എല്ലാ മാസവും മാറ്റിവെച്ച് നിക്ഷേപിച്ചാൽ 10 വർഷത്തിനുള്ളിൽ വലിയ തുകയാവും. പക്ഷേ അദ്ദേഹത്തിന് അത് അറിയില്ല. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ക്യാഷ് ഫ്ലോ മികച്ചതല്ല. ഞങ്ങളുടെ പ്രധാന സാധനങ്ങൾ അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മസാല എന്നിവയാണ്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, വലിയ വില കൽപ്പിക്കാത്ത കാര്യം. നിങ്ങൾക്ക് ജനങ്ങളുമായി ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ വളരെ വർഷങ്ങളായി ഇവരെ അറിയുന്നതാണ്. അവരിൽ നിന്ന് സാധനങ്ങൾ സ്ഥിരമായി വാങ്ങുമ്പോൾ ഒരു ബന്ധമുണ്ടാവും. സാധനങ്ങൾ വാങ്ങുന്നതിന് എളുപ്പമുണ്ടാവും. പ്രായമായവർക്ക് ഓൺലൈനിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ അറിവുണ്ടാവില്ല. അവർ നേരിട്ട് വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങുന്നതിന് എളുപ്പമാണ്. വീട്ടിലിരുന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ സാധിക്കും. വളരെ വേഗം ഡെലിവറി ചെയ്യും. ഇപ്പോൾ എല്ലായിടത്തും 10 മിനിറ്റ് ഡെലിവറി തുടങ്ങിയിരിക്കുകയാണ്. അത് വളരെ എളുപ്പവും കൺവീനിയന്റുമാണ്. ഇ-കൊമേഴ്സ് തുടങ്ങിയപ്പോൾ അത് ഇത്ര വേഗം വളരുമെന്ന് വിചാരിച്ചോ? ഇല്ല. ക്യാഷ് ബാക്ക് ഒരു ബിസിനസ് തന്ത്രമാണ്. എല്ലാ സാധനങ്ങളും ചീപ്പായി ലഭിക്കണം. നിങ്ങളോട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഈ സ്ട്രക്ചർ തകർന്നു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ വലിയ കുത്തകകൾക്ക് വേണ്ടി ജോലി ചെയ്യും. കാരണം ഞങ്ങളുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ വളരെയധികം കാര്യങ്ങളാണ് ഒരേ സമയം ചെയ്യുന്നത്. നിങ്ങളുടെ കസ്റ്റമർ വരുന്നു, നിങ്ങൾക്ക് അവരുമായി ഒരു ബന്ധമുണ്ട്. നിങ്ങൾ അവരോട് പറയുന്നു, ഇന്ന് പണമില്ലെങ്കിൽ നാളെ തന്നാൽ മതി. അതെ സർ, ഇപ്പോൾ പറഞ്ഞത് പ്രധാന പോയിന്റാണ്. നിങ്ങൾ സാമ്പത്തിക സഹായം
വ്യവസായം നൽകുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. നിങ്ങളുടെ അടുത്ത് 10 വർഷമായിട്ടുള്ള ഒരു കസ്റ്റമർ വന്ന് പറയുന്നു, ഇന്ന് അല്പം പ്രശ്നത്തിലാണ്, പണമില്ല. നിങ്ങൾ പറയുന്നു സാരമില്ല, പിന്നെ തന്നാൽ മതിയെന്ന്. അതെ, ഞങ്ങൾ അത് ചെയ്യും. നിങ്ങൾ സാധനം എടുത്തുകൊള്ളാൻ പറയും. നിങ്ങൾ വെറും ഒരു കച്ചവട സ്ഥാപനം മാത്രമല്ല, നിങ്ങൾ ഷോക്ക് അബ്സോർബർ ആണ്. നിങ്ങൾക്ക് അവരുമായി ഒരു സാംസ്കാരിക ബന്ധമുണ്ട്. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു റോൾ മാത്രമേ ഉള്ളൂ. ഈ സാധനം അയാൾക്ക് വിൽക്കണം. ബാക്കി എല്ലാ റോളുകളും ഇല്ലാതാകുന്നു. ഈ സംവിധാനത്തെ ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ വിൽക്കുന്നു, ശമ്പളം കൊടുക്കുന്നു. നിങ്ങൾ കസ്റ്റമറിന്റെ സുരക്ഷ മാത്രമല്ല നോക്കുന്നത്, ജോലിക്കാരുടെയും കൂടിയാണ്. ഇതിനിടയിലുള്ള 4 പേർ കൂടിയുണ്ട്. ഞങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ബ്രോക്കറുടെ ബ്രോക്കറേജ്, അവിടെ നിന്ന് സാധനങ്ങൾ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്ന ആളുകൾ, അതിനുള്ള ലേബർ ചാർജ്, അതിനുശേഷം ഞങ്ങളുടെ ഷോപ്പിൽ ഡെലിവർ ചെയ്യാൻ വരുന്ന ട്രക്ക് ഡ്രൈവറുടെ കൂലി. അങ്ങനെ ഇതൊരു ചെയിനാണ്. വളരെ ശരിയാണ്. ഇപ്പോൾ അവർ ഈ ചെയിനുകളെല്ലാം തകർത്ത് പറയുകയാണ്, ഇതാണ് കസ്റ്റമർ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ചെറുകിട പലചരക്ക് കടകളെ അവസാനിപ്പിച്ചാൽ കുറഞ്ഞത് 1-2 കോടി ആളുകൾ തൊഴിൽരഹിതരാകും. അതെ, നേരിട്ട് ഏറ്റവും കുറഞ്ഞത്. പിന്നെ അവരുടെ കുടുംബങ്ങൾ 2 കോടി അല്ലെങ്കിൽ 5 കോടി ആളുകൾ. GST നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? താങ്കൾ GSTയുടെ കാര്യം എപ്പോഴും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ഒരു ഗുണവുമില്ല. വാറ്റ് ഉണ്ടായിരുന്ന കാലത്തിനേക്കാൾ 4 ഇരട്ടി ടാക്സ് ആണ് കൊടുക്കുന്നത്. വളരെയേറെ നൂലാമാലകളുണ്ട്. പകുതി സമയവും ടാക്സ് ചെയ്യുന്നതിന് ചെലവഴിക്കേണ്ടി വരും. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ മേൽ വളരെയേറെ നികുതിയാണ് ചുമത്തുന്നത്. ലോജിസ്റ്റിക് ചെലവുകൾ. GST വന്നപ്പോൾ എളുപ്പമായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ മറിച്ചാണ്. ഞങ്ങൾ ഓരോ മാസവും റിട്ടേൺ സമർപ്പിക്കും. കോടിപതികളായ കച്ചവടക്കാർക്ക് എത്ര അക്കൗണ്ടൻസിനെ വേണമെങ്കിലും നിയമിക്കാം. അതെ സാർ, അവർ വമ്പൻ സ്രാവുകളാണ്, ഞങ്ങൾ ചെറുമീനുകളും. ഞങ്ങൾക്ക് അത് സാധിക്കില്ല. വെള്ളം, കറണ്ട്, സൂവർ, ടെലിഫോൺ ബില്ലിന് വരെ GST ഉണ്ട്. ഇത് അടിസ്ഥാന ആവശ്യങ്ങളാണ്, ലക്ഷറി അല്ല. ഇതെല്ലാം നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടതാണ്. ഇൻഷുറൻസിന് വരെ GST ഉണ്ട്, അതും 18%. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിക്ഷേപ സ്ട്രാറ്റജി എന്താണ്? താങ്കളുടെ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് ഞങ്ങളുടെ നിക്ഷേപ സ്ട്രാറ്റജി. ഇനി രാഹുൽ കൗണ്ടറിൽ ഇരുന്ന് കസ്റ്റമേഴ്സിനെ എടുക്കുകയാണ്. താങ്കൾ ഇരിക്കൂ, വരൂ. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഹലോ, ഒരു ടൊമാറ്റോ കെച്ചപ്പ്. ഇത് വേണ്ടേ? ഒരു സൺസിൽക്ക്, അത്രയും മതി. ഇതാ ഇത്. വേറെ എന്തെങ്കിലും? ബിസ്ക്കറ്റ്, ഇത്രയും മതിയോ? ₹175. എല്ലാം കൈകൊണ്ടാണ് അല്ലേ? അതെ, ബില്ല് വേണ്ടവർക്ക് അത് കൊടുക്കും. അതിന് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ട്. ₹232. ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ? ഒരു കഷ്ണം ശർക്കര കഴിച്ചു നോക്കൂ. മോൾക്ക് അല്പം കൊടുക്കൂ. ഇത് വളരെ നല്ലതാണ്. നന്ദി. രാജാവ് രാത്രിയിൽ വേഷം മാറി പ്രജകളുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വരുന്നത് പോലെയാണ്. അത് വളരെ നല്ല കാര്യമാണ്. വെറും ഒരു സാധാരണക്കാരനെ പോലെയാണ് ഞങ്ങളോട് പെരുമാറിയത്. ഒരു പ്രതിപക്ഷ നേതാവാണെന്നുള്ള രീതിയിലല്ല. കസ്റ്റമേഴ്സിനോടും ഒരു സാധാരണക്കാരനെ പോലെയാണ് പെരുമാറിയത്. ഇങ്ങനെയുള്ള ആളുകളെ ഇക്കാലത്ത് കാണാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഞങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ ആയിരിക്കുമെന്ന് വിചാരിച്ചതേയില്ല. അദ്ദേഹത്തെ കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. BJP അദ്ദേഹത്തിന്റെ ഇമേജ് തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത്.